ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി എടുത്തുകൊണ്ടെന്നാണ്. സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് അതേപോലെ തന്നെ വണ്ടി ഒന്ന് ജനറലായിട്ട് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് മെയിനായിട്ട് മിസ്സിങ്ങിൻ്റെ കംപ്ലൈൻറ്റാണ്. മിസ്സിങ് അതേപോലെ എഞ്ചിൻ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ടിരുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടായില്ല. പക്ഷേ നമ്മളിവിടെ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ ഇഗ്നീഷ്യൻ സ്വിച്ച് ഉണ്ടല്ലോ, താക്കോലിൻ്റെ സ്വിച്ച് കോൺടാക്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതാണ് ശരിക്കും എൻ്റെ യഥാർത്ഥത്തിലുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ ശരിക്കും ഇഗ്നീഷ്യൻ സ്വിച്ച് സെറ്റപ്പാടിയാണ് വരാം. ഇഗ്നീഷ്യൻ സ്വിച്ച് അസംബ്ലി വരും, ടാങ്കിൻ്റെ അടപ്പ്, സീറ്റിൻ്റെ ഈ ലോക്ക് അടക്കം അങ്ങനെ സെറ്റായിട്ടാണ് വരാം. അപ്പോൾ അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെ പറഞ്ഞാൽ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ അത് റെഡി ആക്കിയതിന് ശേഷം അത് ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്റ്റ് കറക്റ്റ് നിർത്തി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് പറയത്തക്ക മിസ്സിങ്ങിൻ്റെ ഒരു പ്രോബ്ലം പ്രത്യക്ഷത്തിൽ നമുക്ക് ഫീൽ ചെയ്തില്ല. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമലായിട്ട് ഈ കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പൊതുവേ നിലവിൽ വണ്ടികൾക്കുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ജെറ്റുകൾ ബ്ലോക്കായി പോയ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനെയൊക്കെ കോമൺ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിച്ചപ്പോൾ കിട്ടിയില്ല. നമുക്ക് വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. നാളെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലിയിൽ ഒന്ന് അയക്കേണ്ടി വരും. പരമാവധി അഴിക്കാതെ നമുക്ക് നോക്കാം. കാരണം എന്താ വെച്ചാൽ അഴിച്ച് കഴിഞ്ഞ ഒട്ടുമിക്ക കേസിൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കോമൺ ആണ്. പിന്നെ നമ്മൾ കാർബറേറ്റർ മാറ്റിയൊക്കെ വെക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ട് സാധാരണ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അഴിക്കാതെ പറ്റുമെന്ന് നോക്കാം. ഒരു രക്ഷയിലേക്ക് നമുക്ക് അഴിക്കാണ്ട് മാർഗ്ഗമില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കാം. പിന്നെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നിലവിൽ കമ്പനി ലൈനർ അടക്കം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടിക്കിടണം, അത് മാറ്റിയിടണം. അതേപോലെ ചെയിൻ ലൂസ് ഉണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ പുതിയ ഫിൽറ്റർ കിടക്കണേ, ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. 2022 മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്നത്. ഓൾറെഡി വോൾട്ടില്ല. നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോഴത്തേക്കും ഫുൾ ഡെഡ് ആയി പോകണം. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ രീതികൾ ഈ ഫ്രണ്ട് സൈഡിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ടയർ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ ടയറൊക്കെ വളരെ മോശം. ഫുള്ള് തീർന്നുണ്ട്. സൈഡ് ഗ്രൂ നോക്കുക, സെൻറ്ററിൽ പെടുത്തൊന്നുമില്ല. സൈഡിൽ ലൈൻ നിന്ന് നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്, ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. അപ്പോൾ ബ്രേക്ക് പാഡ് സെറ്റ് ഫുള്ള് തീർന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ്. അപ്പോൾ ഇതൊക്കെ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈയോടൊക്കെ മാറ്റി കളയാം. അതല്ലെങ്കിൽ പിന്നെ കയറി ഡിസ്കുമേക്ക് കയറി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അയക്കുമ്പോൾ നമുക്ക് മാറ്റിയിടണം ബെറ്റർ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ലെവൽ കുറവ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ നമുക്കതിൻ്റെ ഓയിൽ ചേഞ്ച് കളർ ഏകദേശം ഈ ഒരു അവസ്ഥ. അപ്പോൾ തീരെ മോശമൊന്നും പറയാറായിട്ടില്ല. ഏകദേശം ഒരു 3000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ട് എന്ന് കരുതിയാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റിക്കളയാം. അതല്ലെങ്കിൽ നമുക്ക് തൽക്കാലം രീതിയിൽ തന്നെ ഉപയോഗിക്കാം. ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് 100% എഞ്ചിൻ ഓയിലിൻ്റെ കളർ നോക്കിയിട്ട് നമുക്ക് മാറ്റാറായിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യമായിട്ടുള്ള കട്ടിയായിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന വണ്ടികളിൽ എഞ്ചിൻ ഓയിൽ കാര്യമായിട്ട് അഴുക്കാവില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ബാക്കിയത്തെ നമ്മൾ ഈ പറഞ്ഞ രീതികളെ കീസെറ്റും ബാറ്ററി അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. റിപ്ലൈ കിട്ടിയിട്ടാണ് നമുക്ക് അതനുസരിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്തിട്ടായിരുന്നാൽ മതി. ഓക്കെ.